ഹായ് ഗായ്സ്. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു വിശുദ്ധനായ ചാർബലിന്റെ പ്രതിമയുടെ സമീപമാണ്. ഇത് ലെബനോണിലെ ഫരായ എന്നുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു വലിയൊരു മൗണ്ടൻ ഉണ്ട്. ജബൽ അൽ സൈഫ് എന്ന് പറഞ്ഞ മൗണ്ടനിൽ ആണ് ഇത് വെച്ചേക്കുന്നത്. ഈ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 23.3 മീറ്ററോളം ഉണ്ട്, ഏതാണ്ട് 76 അടി. അതുകൂടാതെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 9.3 മീറ്റർ ആണ്. ഇതിന് ശരിക്കും 40 ടണ്ണോളം ഭാരമുണ്ട്. ഈ പ്രതിമ ശരിക്കും ഒരു GRP, അതായത് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ വിശുദ്ധന്റെ അസ്ഥികൾ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. 2017 സെപ്റ്റംബർ 14 ഈ ചാർബലിനെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലെബനോണിലെ ബെയ്റൂത്ത് എയർപോർട്ടിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ഫറായിൽ എത്തുന്നത്. 1828 മെയ് 8 ജനിച്ച ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് യൂസഫ് ആന്റോൺ മക്ലൂഫ് എന്നാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഈ വ്യക്തി ചെറുപ്പം മുതൽ ഭയങ്കര സൈലന്റും പ്രാർത്ഥനയോടും മൗന ജീവിതത്തോടും ഒരുപാട് ആകർഷണം പ്രകടിപ്പിച്ചായിരുന്നു. 1851 മരോണറ്റ് ഓർഡറിൽ ചേർന്ന് ഒരു സന്യാസത്തിന്റെ ഒരു നാമമായ ചാർബൽ എന്ന ഒരു പേര് ഇദ്ദേഹം സ്വീകരിച്ചതാണ്. ശരിക്കും ഈ ചാർബൽ എന്ന് പറഞ്ഞാൽ സിറിയൻ ഭാഷയിൽ ദൈവത്തിന്റെ കഥ എന്നാണ് അർത്ഥം. 1859 പുരോഹിതനായി ഇദ്ദേഹം അഭിഷിക്തനായെന്നാണ് പറയുന്നത്. 1875 അദ്ദേഹം ഒരു മലയുടെ മുകളിൽ താമസം മാറ്റി. ഹർമിറ്റ് ഗുഹ എന്ന് പറഞ്ഞ അവിടെ പോയി അവിടെ 23 വർഷത്തോളം മൗനവും ഉപവാസവും പ്രാർത്ഥന എന്നിവയിൽ മുഴുകിയെന്നാ പറയണത്. ആരോടും അധികം കൂടുതലായിട്ട് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ചാർബൽ. അദ്ദേഹത്തിന്റെ മുഖം പ്രാർത്ഥനയിൽ ദൈവാനുഭവത്തിന്റെ ഒരു വെളിച്ചമായിരുന്നു എന്നാണ് വിശ്വാസികളൊക്കെ പറയുന്നത്. 1898 ഡിസംബർ 24 ഒരു ക്രിസ്മസിന്റെ അന്ന് പ്രാർത്ഥനയുടെ ഇടയിലാണ് അദ്ദേഹം വീണു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. വിശുദ്ധ ചാർബലിന്റെ പേര് ഇന്ന് ലെബനോനിൽ മാത്രമല്ല, അമേരിക്ക, ബ്രസീല്, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇന്ത്യ, ഫിലിപ്പീൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഇദ്ദേഹത്തിന്റെ ആരാധന കേന്ദ്രങ്ങളുണ്ട്. അദ്ദേഹത്തെ പലരും മിഡിൽ ഈസ്റ്റിന്റെ വിശുദ്ധൻ പിയോ എന്നാണ് വിളിക്കപ്പെടുന്നത്. ശരിക്കും ഈ ചാർബൽ വിശുദ്ധന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗന